ഞാൻ ബോധവൽക്കരണം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ സൈബർ സെല്ലിന്റെ പണിയോ പോലീസിന്റെ പണിയോ ഈ നിയമ സംവിധാനത്തിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 10 പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കതിൽ അഭിമാനമുണ്ട്. ഇത്രയും കാലമായിട്ട് രജിസ്റ്റേർഡ് പോസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് വീട്ടമ്മമാരുടെ അടുത്ത് 2000 രൂപ തട്ടിയെടുക്കുന്ന ഇവൻ ഇത്ര പറയാൻ സാധിച്ചെങ്കിൽ, ഇവൻ ഇത്രയും കാലം ഈ തട്ടിപ്പ് ഇവിടെ കാണിക്കാൻ സാധിച്ചെങ്കിൽ, നീ ഈ പരിപാടി തന്നെ കണ്ടിന്യൂ ചെയ്തോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ ഇത് 10 പേരെ അറിയിക്കും. അതിന് നീ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ മോനെ വേറെ പണിയായിരിക്കും കിട്ടുന്നത്. ഉള്ള കാര്യം പറയാം, അത് വേറെ പണിയായിരിക്കും കിട്ടുന്നത്. അപ്പൊ പിന്നെ നീ പറഞ്ഞ മാതിരി സൈബർ സെല്ലും പോലീസും ഒന്നും നിനക്ക് കൂട്ടുണ്ടാവില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുമ്പോൾ തട്ടിപ്പുകാർ സന്തോഷിക്കുമോ, അല്ലെങ്കിൽ ഇവിടെ തട്ടിപ്പിൽ പെട്ടവർ സന്തോഷിക്കുമോ, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനം സന്തോഷിക്കുമോ എന്ന് എനിക്കറിയില്ല. എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ പല വീഡിയോസിനകത്തും ഈ സൈബർ സെല്ലിനെ ആയാലും പോലീസിനെ ആയാലും ഞാൻ കുറ്റം പറയാറില്ല. ഈ വീഡിയോയ്ക്കകത്ത് അവരെ കുറ്റപ്പെടുത്തുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികം മാത്രമാണ്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടേ പോകാവുള്ളൂ. ഈ വീഡിയോയിലെ കണ്ടന്റ് മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേ മതിയാവുള്ളൂ. കഴിഞ്ഞ 6 വർഷത്തിൽ കൂടുതലായിട്ട് വീട്ടമ്മമാരിൽ നിന്നും 2000 രൂപ വെച്ച് തട്ടിയെടുക്കുന്ന ഒരു തട്ടിപ്പ് സംഘത്തിലെ വ്യക്തി പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ സൈബർ സെല്ലുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, പോലീസുകാരുണ്ട്, വേണ്ടതൊക്കെ അവർ ചെയ്തോളൂ. നീ വലിയ ആളായിട്ട് മുന്നോട്ട് ഇറങ്ങണ്ട. കേൾപ്പിക്കാം, വോയിസ് കേൾപ്പിക്കാം, കേട്ടോ. എടാ നീ ആരാണ്ടാ വക്കാലത്ത് പിടിക്കുക? എടാ ഇവിടെ നിയമവും കോടതി സൈബർ സെല്ലും എല്ലാം ഉണ്ടാ ഇത് ചെയ്യാൻ. അതൊക്കെ ഉണ്ട്. നീ ആരാണ്? നീ സാധാ ഒരു മനുഷ്യൻ. നീ അങ്ങ് ഉയരെ കയറി പോവാതെ. കേട്ടില്ലേ? ഇത് കൊള്ളുന്ന എനിക്കാണോ? അല്ല. ഇവൻ പറഞ്ഞത് കൊണ്ടത് ആർക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി നിങ്ങൾ കമന്റ് ചെയ്യണേ താഴെ. ഇത് കൊള്ളുന്ന എനിക്കല്ല. എന്തായാലും ഇത്രയും കാലമായിട്ട് രജിസ്റ്റേർഡ് പോസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് വീട്ടമ്മമാരുടെ അടുത്ത് 2000 രൂപ തട്ടിയെടുക്കുന്ന ഇവൻ ഇത്ര പറയാൻ സാധിച്ചെങ്കിൽ, ഇവൻ ഇത്രയും കാലം ഈ തട്ടിപ്പ് ഇവിടെ കാണിക്കാൻ സാധിച്ചെങ്കിൽ, തട്ടിപ്പ് രീതി ആദ്യം ഞാൻ പറയണല്ലോ, ഞാൻ പറയാം. വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള വീട്ടമ്മമാരെ വലയിൽ വീഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു മാസം 20,000 ഉണ്ടാക്കാം, 30,000 ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ഒരു സാധനം അയച്ചു കൊടുക്കുന്നു. അത് സ്വീകരിക്കുമ്പോൾ 2000 സംതിങ് എമൗണ്ട് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്ന് പേടിപ്പിക്കുന്നു. ഇങ്ങനെ പോസ്റ്റ്മാൻ എടുത്ത് 2000 രൂപ കൊടുക്കാതെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ 6500 രൂപ വരെ ഫൈൻ മേടിപ്പിക്കാനുള്ള നിയമം ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ പറ്റിക്കുന്നു. എന്നിട്ട് ഈ പൈസ മേടിക്കുന്നു. ഇവർക്ക് ഈ പൈസയ്ക്ക് പകരമായിട്ട് എന്താ അയച്ചു കൊടുക്കുന്നതെന്നറിയാവോ? യൂട്യൂബിലെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു പാക്കേജ് ആയി കൊടുക്കുന്നു. ആരാണ്ടോ എവിടെയോ ഇരുന്ന് പറയുന്ന എന്തോ ഒരു സംഭവം ഗൂഗിൾ സെർച്ചിലൊക്കെ നോക്കിയാൽ കിട്ടുന്ന മണി ഏണിംഗ് വെബ്സൈറ്റിന്റെ ഒക്കെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ OTP അടിക്കാം, എങ്ങനെ അതിനകത്ത് ക്യാപ്ച ക്ലിയർ ചെയ്യാം, എങ്ങനെ അതിനകത്ത് ടൈപ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. പറ്റാത്ത കാര്യമാണ്. ആർക്കും പറ്റില്ല, ആരെക്കൊണ്ടും പറ്റൂല. ഈ സാധനം ഏതോ ഒരു മൂലയ്ക്ക് ഇരുന്നു കൊണ്ട് വോയിസ് ഓവറും കൊടുത്തിട്ട് വീഡിയോ ആക്കിയിട്ട് ഈ വീട്ടമ്മമാർക്ക് അയച്ചു കൊടുത്തിട്ട് ഇവരിത് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെയൊക്കെ നോക്കിയിട്ട് ഒന്നും പറ്റാത്തതുകൊണ്ട് ഇവർ വിചാരിക്കും അയ്യോ എനിക്ക് നല്ല കഴിവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിന്ന് വിട്ടുപോകും. ആ 2000 രൂപ തിരിച്ചു മേടിക്കത്തുമില്ല. എന്റെ പൊന്നു വീട്ടമ്മമാരെ, സ്ത്രീകളായിട്ടുള്ള ആളുകൾ എല്ലാവരും, അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ വലയെ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോയത് തന്നെയാണെന്നുള്ളത് ചിന്തിക്കുക. ഈ തട്ടിപ്പ് ചെയ്യുന്ന ഈ വിരുദ്ധനാണ് പറഞ്ഞത് ഇവിടെ സൈബർ സെൽ ഉണ്ടല്ലോ, പോലീസ് ഉണ്ടല്ലോ എന്നുള്ളത്. പോലീസുകാരുടെ അടുത്ത് ഇതിന്റെ കംപ്ലൈന്റ് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സൈബർ സെല്ലിന്റെ അടുത്ത് കംപ്ലൈന്റ് പോയിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഞാൻ തന്നെ കൊടുപ്പിച്ചിട്ടുണ്ട് സൈബർ സെല്ല് കംപ്ലൈന്റ്, നടപടിയായിട്ടില്ല. അതുകൊണ്ട് ആർക്കും ആശ്വസിക്കാം, തട്ടിപ്പുകാർക്ക് ആശ്വസിക്കാം, ശരിക്കും ആശ്വസിക്കാം. ആശ്വാസത്തോടെ നിങ്ങൾ തട്ടിപ്പ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഇവിടെ ഇവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ തട്ടിപ്പുകാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളോട് അറിയണമല്ലോ. അതാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. നിങ്ങളോട് മനസ്സിലാക്കണേ. നിങ്ങളിത് കാണണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഈ തട്ടിപ്പുകാർ എങ്ങനെയാണ് നമ്മുടെ നിയമ സംവിധാനത്തെ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവന്റെ വോയിസ് കേൾപ്പിച്ചതെന്നും ഇത്രയും ഞാൻ പറഞ്ഞതും. ഇവൻ ചെയ്യുന്ന തട്ടിപ്പാണെന്നുള്ളത് സാധാരണ ചോറ് തിന്നുന്നൊരു വ്യക്തിക്ക് മനസ്സിലാവും, പശുവിൻ പാല് കുടിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും. ഇതറിഞ്ഞുകൊണ്ട് ഇവനെതിരെ കംപ്ലൈന്റ് വന്നിട്ട് ഇത്രയും കാലം ഇവനെതിരെ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? പിന്നെന്തിനാണ് ഞാൻ അതിന് പുറകെ ഇറങ്ങുന്നത്? ഞാൻ ബോധവൽക്കരണം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ സൈബർ സെല്ലിന്റെ പണിയോ പോലീസിന്റെ പണിയോ ഈ നിയമ സംവിധാനത്തിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 10 പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കതിൽ അഭിമാനമുണ്ട്. മനസ്സിലായോ? ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഇവന്റെയൊക്കെ തന്നെ തട്ടിപ്പിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തതിനകത്ത് ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കിക്കോ. എൻ്റെ ഒരുപാട് വീഡിയോസിനകത്ത് ഈ ബാംഗ്ലൂർ ജോബ് സ്കാമിനെ കുറിച്ചുള്ള കേസായാലും ലോണിന്റെ കേസായാലും ഉള്ള ഒരുപാട് സ്കാമിനെ കുറിച്ചുള്ള വീഡിയോയ്ക്കകത്ത് താഴെ വന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു ഈ വീഡിയോ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞ് ഒരാൾ കമന്റ് ചെയ്താൽ മതി. എനിക്ക് അത്രേ വേണ്ടുള്ളൂ. എനിക്ക് ഇവിടുത്തെ നിയമ സംവിധാനത്തെ നന്നാക്കാനോ സൈബർ സെല്ലെ നന്നാക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കാനൊന്നും എനിക്കുള്ള കഴിവില്ല. ഉള്ള കാര്യം പറയാമല്ലോ, കഴിവില്ല. പക്ഷെ ഇവന്റെ ധൈര്യം അപാരം തന്നെ. നിങ്ങളിത് അറിയണമെന്ന് എനിക്ക് തോന്നി. മനസ്സിലായോ? സൈബർ സെല്ലുണ്ട്, പോലീസുകാരുണ്ട്, നിയമ സംവിധാനമുണ്ട്.
6 വർഷമായിട്ട് ഇവൻ ചെയ്യുന്നുണ്ട് ഈ പരിപാടി. പോസ്റ്റൽ വഴി ഈ പറഞ്ഞ മാതിരി രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചുകൊണ്ട് വീട്ടമ്മമാരെ ഭയപ്പെടുത്തിക്കൊണ്ട് 2000 രൂപ തട്ടുന്നുണ്ട് ഇവൻ. ഇതുവരെ അവർ തടഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ആരാ തടയാന്നുള്ള? എടാ ഞാൻ തടയുന്നില്ലടാ, നീ ചെയ്തോ, നീ എത്ര വേണേലും ചെയ്തോ, നിന്നെ ആരാ തടയുന്നതിനകത്തുനിന്ന്? നീ ഈ പരിപാടി തന്നെ കണ്ടിന്യൂ ചെയ്തോ, എനിക്ക് ഒരു പ്രശ്നവും. പക്ഷെ ഞാൻ ഇത് 10 പേരെ അറിയിക്കും. അതിന് നീ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ മോനെ വേറെ പണിയായിരിക്കും കിട്ടുന്നത്. ഉള്ള കാര്യം പറയാം, അത് വേറെ പണിയായിരിക്കും കിട്ടുന്നത്. അപ്പൊ പിന്നെ നീ പറഞ്ഞ മാതിരി സൈബർ സെല്ലും പോലീസും ഒന്നും നിനക്ക് കൂട്ടുണ്ടാവില്ല. ഇനി ഈ പറഞ്ഞ സൈബർ സെല്ല് പോലീസുകാർ ഇവരുടെ അടുത്തൊക്കെ ഈ ബാംഗ്ലൂർ ജോബ് സ്കാമില്ലേ, ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്. എന്തറിയോ, ഇവർക്ക് തിരക്കാണ്, മറ്റു കാര്യങ്ങളിൽ ഭയങ്കര തിരക്കായത് കൊണ്ടാണ് ഇവർ നോക്കാത്തത്. ഇവർക്ക് ഇതൊന്നും അല്ല, ഇവർക്ക് വലിയ വലിയ വിഷയങ്ങൾ വേറെ ഉണ്ട്, രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ പല പല കേസുകൾ വേറെ ഉണ്ട്. നോക്കാൻ സമയമില്ല ഇവർക്ക്. ഇപ്പോൾ ഒരു കുടുംബം നശിച്ചാലോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു 10 രൂപ പോയാലോ അല്ലെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം ഈ തട്ടിപ്പുകാർ അടിച്ചുകൊണ്ട് പോയാലോ ഒന്നും ഇവർക്കത് വിഷയമുള്ള കാര്യമല്ല. ഇവർക്ക് അതിലപ്പുറം വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. മനസ്സിലായില്ലേ? വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന മാതിരി നിങ്ങൾ 4000 രൂപ പോയി സ്റ്റേഷനിൽ പോയി, സാറേ 4000 രൂപ തട്ടിപ്പുകാർ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നിനക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലടാ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ, നീ പോടാ. അത് കേട്ടാ അപ്പൊ തിരിച്ചു പോന്നോണം. മനസ്സിലായില്ലേ? കാരണം അവർക്ക് വേറെ ജോലി ഉണ്ടെന്നേ. എത്രയോ വലിയ വലിയ കേസുകൾ അവർക്ക് നോക്കാനുണ്ട്. നിങ്ങളുടെ ഈ 4000 രൂപ പോയതാണോ അവരുടെ വലിയ കാര്യം? ഈ 4000 രൂപ 10-10000 പേരെടുത്ത് തട്ടിയെടുത്തിട്ട് വേണം യുവമാർക്ക് ജീവിക്കാൻ, തട്ടിപ്പുകാർക്ക് ജീവിക്കാൻ. അത് എവിടെ എത്തണം? വേറെ രാജ്യങ്ങളിലേക്ക് എത്തണം, വേറെ സ്ഥലങ്ങളിലേക്ക് എത്തണം. ഇവരൊക്കെ ഇത് അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവന്മാരുടെ കഞ്ഞൂടി മുട്ടത്തില്ലേ? കോടിക്കണക്കിന് പൈസ ഈ തട്ടിപ്പുകാരുണ്ടാക്കുന്നത് നിന്ന് പോകത്തില്ലേ? അവരുടെ കുടുംബത്തിനും കഴിയണ്ടേ? സോ നിങ്ങൾ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടുപോയൊരു വ്യക്തിയാണെങ്കിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നിങ്ങളെ പുച്ഛിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു പോന്നേക്കണം. കാരണം അവർക്ക് വേറെ ജോലി ഉണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഒരു വേറെ ഡ്യൂട്ടി ചെയ്യാൻ നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അതിലും വലിയ എന്തോ ഡ്യൂട്ടി ഉണ്ട്. മനസ്സിലായോ? ഇതുപോലെ ബാംഗ്ലൂർ ജോബ് സ്കാമിൽ പെട്ടവർ പറയുന്ന കാര്യം കേട്ടോ. സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ഇവർ പൈസ കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഈ സ്റ്റേഷനിലെ പോലീസുകാർ ഈ തട്ടിപ്പുകാരിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് അവരെ വീട്ടിൽ പോയി മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട് ഗൈസ്. അവർ നന്നായി വരട്ടെ. അപ്പൊ അത്രയും നല്ല കൃത്യനിഷ്ഠയോടുകൂടി ജോലി ചെയ്യുന്ന ആളുകളും ഉദ്യോഗസ്ഥരും ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടിയെന്ന് വരില്ല. കാരണം അവരെ തിരക്കുകൊണ്ടായിരിക്കും. അവർ പല പല ജോലികളിൽ ബിസി ആയിരിക്കും. വലിയ വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടായിരിക്കും. മനസ്സിലായോ? എത്രയോ കേസുകൾ എന്നറിയോ എനിക്ക് വരുന്ന, ഞാൻ ഈ കംപ്ലൈന്റ് സ്വീകരിക്കുന്നതും കംപ്ലൈന്റ് സോൾവ് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. എനിക്ക് വരുന്ന ഒരുപാട് കേസുകൾ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ഞാൻ കൊടുപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അവർക്ക് വേറെ കാര്യങ്ങൾ തിരക്കായതുകൊണ്ട് ഇപ്പോഴൊക്കെ പെൻഡിങ് കിടക്കുവാന്നേ. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർക്ക്. അപ്പൊ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ എന്താ അറിയാവോ? ആരും പോസ്റ്റിൽ വഴിയൊക്കെ ഇതുപോലെ രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചുകൊണ്ട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കണ്ട കേട്ടോ. റൂളൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ നിയമവ്യവസ്ഥ നോക്കാനുള്ള ആൾക്കാർ വേറെ ഉണ്ടല്ലോ. അവരവരുടെ പണി നന്നായിട്ട് വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് അവൻ പറയുകയും ചെയ്തു. തട്ടിപ്പുകാരൻ്റെ എന്ന് തന്നെ കേട്ട് തന്നെ വലിയൊരു ഭാഗ്യം. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പറയാണ്, അങ്ങനെ നിയമമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വരുന്നു, അത് പൊട്ടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ അതിന് പൈസ കൊടുക്കേണ്ട ബാധ്യസ്ഥനായിട്ട് വരുന്നുള്ളൂ. പൊട്ടിക്കണ്ട, തിരിച്ചു വിട്ടേക്കുക. എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ റിമാർക്ക് ഇടും, ഈ സാധനം ഈ വീട്ടിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ഇത് അവിടെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അവനത് കംപ്ലൈന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ 6000 രൂപ 7000 രൂപ പെറ്റിയടിപ്പിക്കാനുള്ള സംവിധാനമൊന്നും അവനില്ല. ഇനി അവന് പ്രത്യേകം ഈ പറഞ്ഞ അവരുണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ, അവർ കൊടുക്കുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോയുടെ അർത്ഥം നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ എടുക്കുക. നിങ്ങൾ ജനങ്ങൾ, കാണുന്ന ജനങ്ങൾ, മനസ്സിലായല്ലോ. പിന്നെ സംവിധാനങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, സൈബർ സെല്ലുണ്ട്, പോലീസുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.